ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളമുള്ള ഉരുളക്കിഴങ്ങ് നോക്കിയെടുക്കുക. അതാകുമ്പോൾ നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഓരോ ഉരുളക്കിഴങ്ങും ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ 5 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നീളത്തിനൊന്ന് മുറിച്ചെടുക്കാം. അത്യാവശ്യം കട്ടിക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് കനം കുറഞ്ഞു പോയാലും നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഒരു തിക്നെസ്സിൽ മുറിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഈ ഒരു വലിപ്പത്തിനൊന്ന് മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഉരുളക്കിഴങ്ങ് നമ്മൾ മുറിക്കുന്നതിന് മുന്നായിട്ട് 2 സൈഡിൽ നിന്നും കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ടാണ് ഞാനിത് 5 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. കണ്ട ഈ ഒരു തിക്നെസ്സിൽ മുറിച്ചെടുക്കുക. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട ഈ ഒരു തിക്നെസ്സിൽ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു ബൗളിലേക്ക് കുറച്ചധികം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാം. തണുത്ത വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കംപ്ലീറ്റ് സ്റ്റാർച്ച് തന്നെ മാറി കിട്ടും കേട്ടോ. അപ്പം നമുക്കിത് 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെക്കാം. തണുത്ത വെള്ളത്തിലിട്ട് വെക്കാം. 20 മിനിറ്റ് കഴിയുമ്പം ഒന്നുകൂടെ 3-4 വട്ടം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെക്കാം. മിനിറ്റോളം തണുത്ത വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാനിൽ കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നമ്മളിപ്പം കഴുകി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റ് ഒരു 3 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. കറക്റ്റ് ആ ഒരു ടൈം നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കറക്റ്റ് 3 മിനിറ്റ് മതിയാകും. ഒത്തിരി വെന്ത് പോയാൽ ഇത് പൊടിഞ്ഞു പോയാൽ പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കറക്റ്റ് 3 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. അതുകൊണ്ട് സമയം നോക്കിയൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റ് 3 മിനിറ്റ് മതിയാകും. അപ്പോൾ അതായത് കറക്റ്റ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒരു ടവലിലേക്ക് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഒരു കോട്ടൺ ടവലിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഈർപ്പം മാറി കിട്ടും. ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്ത് വെള്ളത്തിൻ്റെ ഈർപ്പം കംപ്ലീറ്റ് മാറിയിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതായത് നന്നായിട്ട് തണുത്ത് വെള്ളത്തിൻ്റെ ഈർപ്പം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പം നമ്മൾ ഒത്തിരി ഒരുമിച്ചിട്ടങ്ങ് ഫ്രൈ ചെയ്യരുത്, കുറേശ്ശെ എടുക്കാം. അതിലേക്ക് ഞാൻ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് കഴിയുമ്പം കടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. കണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുവാണ് കേട്ടോ. നമുക്ക് ഈ കടയിലൊക്കെ കിട്ടുന്ന ഫ്രോസൺ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും. കറക്റ്റ് 1 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒരു ടവലിലേക്ക് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പാക്കറ്റിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അങ്ങനെ ചെയ്യുന്നില്ല, ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിത് ഫ്രൈ ചെയ്യുവാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ അതായത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നതെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിലൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.